അടുത്തത് മൊഡ്യൂൾ 4-ലെ തന്നെ 4-മത്തെ വീഡിയോ ആണ് ലോജിക്കൽ എക്സ്പ്രഷൻസ്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്ങിന്റെ ഓൾമോസ്റ്റ് ലാസ്റ്റ് മൊഡ്യൂളാണ്. ലോജിക്കൽ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നതിൽ നമുക്കറിയാം പ്രൊപ്പോസിഷൻസിനെ തമ്മിലുള്ള റിലേഷൻസ് നോക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റുകൾ, ഫോർമുലകൾ, ഇതൊക്കെ എന്ത് ചെയ്യും? ഇറ്റ് റെപ്രസെന്റ്സ് റിലേഷൻ ബിറ്റ്വീൻ പ്രൊപ്പോസിഷൻ. അപ്പോൾ അത് ആ റിലേഷൻ നോക്കുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാന്ന് വെച്ചാൽ ഈ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിനെ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഒരു 4 നമ്മളിവിടെ പറയുന്നുണ്ട്. ഒന്നാമത്തേതാണ് കൺജങ്ഷൻ. കൺജങ്ഷനെ നമ്മൾ ആൻഡ് എന്ന് പറയും. അതുപോലെ നിങ്ങൾക്ക് അവിടെ കാണാം, സിമ്പിൾ ഇവിടെ കാണാം. നെക്സ്റ്റ് അതിനെ നമ്മൾ ലോജിക്കൽ ആൻഡ് ഓപ്പറേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ എ ആൻഡ് ബി എന്ന് എഴുതുകയാണെങ്കിൽ എയും ബിയും രണ്ട് പ്രൊപ്പോസിഷൻസും ട്രൂ ആണെങ്കിൽ മാത്രമേ ഇത് എന്ത് ചെയ്യൂ? ഈ കൺജങ്ഷൻ ഒരു ട്രൂ വാല്യൂ തരുന്നുള്ളൂ. രണ്ടാമത്തേത് ഡിസ്ജങ്ഷൻ അല്ലെങ്കിൽ ഓർ, അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഈ സിമ്പിൾ. ഇവിടെ ലോജിക്കൽ ഓർ ഓപ്പറേഷൻ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഈ കേസിൽ എ ഓർ ബി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ എ അല്ലെങ്കിൽ ബി, ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയാൽ മതി. അടുത്തതാണ് നെഗേഷൻ അല്ലെങ്കിൽ നോട്ട്. നോട്ടിന്റെ സിമ്പിള് നമ്മൾ ഇങ്ങനെയാണ് നോട്ട് ചെയ്യാറ്. ഇതാണ് നോട്ടിന്റെ സിമ്പിൾ. ചിലതിൽ ടിൽഡ് സൈനുകൾ യൂസ് ചെയ്യാറുണ്ട് നെഗേഷൻ കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഒരു ലോജിക്കൽ അല്ലെങ്കിൽ ഒരു ട്രൂത്ത് വാല്യൂവിന്റെ ട്രൂ ആണെങ്കിൽ അതിനെ നെഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഫോൾസ് ആവും. ഒരു ട്രൂത്ത് വാല്യൂ ഫോൾസ് ആണെങ്കിൽ അതിന്റെ നെഗേഷൻ എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കും. അത്രേ ഉള്ളൂ. അടുത്തതാണ് ഇംപ്ലിക്കേഷൻ. ഇംപ്ലിക്കേഷന്റെ മീനിങ് ഇഫ് ദെൻ എന്നാണ്. ഇഫ് എ ഇസ് ട്രൂ ദെൻ ബി എന്ന് പറയില്ലേ, അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഡയറക്റ്റഡ് ആയിട്ടുള്ള ഈ ലൈൻ വെച്ചിട്ടാണ്. എ ഇംപ്ലൈസ് ബി എന്ന് പറയും. ഇനി ബൈ കണ്ടീഷണൽ, എ ബൈ കണ്ടീഷണൽ ബി എന്ന് പറഞ്ഞാൽ എ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ബി. ബി ട്രൂ ആണെങ്കിൽ മാത്രം എ ട്രൂ ആവും. ഇഫ് അത് എന്ന് പറഞ്ഞാൽ രണ്ടിനും എന്ത് വേണം? അപ്പോൾ സെയിം വാല്യൂ വേണം. എ ഫോൾസ് ആണ്, ബി ഫോൾസ് ആണെങ്കിൽ എ ഫോൾസ് ആവും, ബി ട്രൂ ആണെങ്കിൽ എ ട്രൂ ആവും എന്ന് പറയുമ്പോൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബൈ കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അതിനെ ഒരു ഡബിൾ ആരോ ഉള്ള ഒരു ലൈൻ വെച്ചിട്ടാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യാറ്. അടുത്തത് അൽഗോരിതമിക് തിങ്കിങ് ആണ്. അൽഗോരിതംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ലോജിക് ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള മൾട്ടി സ്റ്റെപ്ഡ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. എങ്ങനെയാണ് ഒരു മൾട്ടി സ്റ്റെപ്പ് ടാസ്ക് ക്യാരി ഔട്ട് ചെയ്യുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പൊ അൽഗോരിതം എഴുതി കഴിഞ്ഞാൽ, ഒരു പ്രോഗ്രാമിന്റെ അൽഗോരിതം എഴുതുക എന്ന് പറഞ്ഞാൽ അത് ആർക്കും വായിച്ചാൽ അതിൽ എന്താ ചെയ്തത് എന്ന് മനസ്സിലാവണം. ഒരു എക്സ്പ്ലനേഷൻ ആണ് എന്ത് അൽഗോരിതം എന്ന് പറയുന്നത്. അതിന്റെ 2 പോയിന്റുകളാണ് ഇൻഡ്യൂഷനും പ്രിസിഷനും. അപ്പൊ ഇൻഡ്യൂഷൻ എന്ന് പറഞ്ഞാൽ പേഴ്സൺസ് എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ഓർ സോൾവ് പ്രോബ്ലംസ് വിതൗട്ട് റിലയിങ് സോൾലി ഓൺ ഫോർമാറ്റ് റീസണിങ്. അപ്പൊ നമുക്ക് തന്ന ഒരു തിയറത്തിന്റെ മുകളിലോ അല്ലെങ്കിൽ ഒരു ഇതിന്റെ മുകളിലോ അല്ലാതെ നമ്മൾ സ്വയം ചിന്തിച്ച് ചെയ്യുന്ന ആ ഒരു കഴിവിന് പറയുന്നത് ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത്. ഇനീഷ്യൽ അത് നമ്മൾ എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്ന് വെച്ചാൽ ഇനീഷ്യൽ പ്രോബ്ലം അണ്ടർസ്റ്റാൻഡിങ്. പ്രോബ്ലത്തിനെ നമുക്ക് സ്വയം ആദ്യം തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ കോർ ഐഡിയ, പ്രോബ്ലത്തിന്റെ ഐഡിയ എന്താണ്, അല്ലെങ്കിൽ പ്രോബ്ലത്തിന്റെ സ്ട്രക്ചർ എന്താണ്, അതുപോലെ ആ പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാനുള്ള പോസിബിൾ ആയിട്ടുള്ള ഹൈപ്പോത്തിസിസുകൾ ഫോർമുലേറ്റ് ചെയ്യാനും നമുക്ക് പറ്റും. എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാം, ഇന്നതായിരിക്കും ഇതിന്റെ സൊല്യൂഷൻ എന്ന് നമ്മൾ ചിന്തിച്ചു വെക്കും, കണ്ടുപിടിക്കും. അത് മാനുവലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിനെയാണ് എന്താ പറയുന്നത്? ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എക്സാക്റ്റ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ എക്സാക്ട്ലി നോക്കാനുള്ള മെത്തേഡ് നോക്കുക, ശരിക്കുള്ള മെത്തേഡ് നോക്കുമ്പോൾ അത് ഭയങ്കര കോംപ്ലക്സ് ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ചിലപ്പോൾ ചില കുറുക്കു വഴികളിലൂടെയൊക്കെ നമ്മൾ ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള മെത്തേഡുകളെ പറയുന്നതാണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ്സ്. അപ്പൊ ഇത് ചെയ്യാൻ അപ്ലൈയിങ് എക്സ്പീരിയൻസ് ബേസ്ഡ് ടെക്നിക്ക്, നമ്മളെ പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ ആ ടെക്നിക്കുകൾ പുതിയ പ്രോജക്റ്റിൽ അല്ലെങ്കിൽ പുതിയ പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയുന്നതാണ്? ഹ്യൂറിസ്റ്റിക് ഡെവലപ്മെന്റ്. അതിന് എന്ത് വേണമെന്നാ പറയുന്നത്? ഇൻഡ്യൂഷൻ വേണം. പിന്നെ പറയുന്നതാണ് ക്രിയേറ്റീവ് പ്രോബ്ലം സോൾവിങ്. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പുതിയ അപ്രോച്ചുകൾ നമ്മളായിട്ട് കണ്ടുപിടിക്കുക.
ഓൾറെഡി നമ്മൾ ചെയ്തുകൊണ്ട് പോരുന്ന സിസ്റ്റം അല്ല ആ ഒരു ഇതല്ലാതെ പാത്തിലേക്ക് കൂടെ അല്ല മെത്തേഡ് കൂടെ അല്ലാതെ പുതിയതായിട്ടുള്ള അപ്രോച്ചസ് നമ്മൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പ്രോബ്ലംസിനെയൊക്കെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസിനെയൊക്കെ ഉള്ള സൊല്യൂഷൻസ് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക അല്ലെങ്കിൽ കൺസെപ്ച്വലൈസ് ചെയ്യുക. ഇങ്ങനെ ആയിരിക്കും, ഇന്നത് സംഭവിച്ചാൽ ഇന്നത് ആയിരിക്കും അതിൻ്റെ ഇത് എന്ന് പറയുന്ന പോലെ അങ്ങനെ നമ്മൾ മാനുവലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിനാണ് ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത്. അതുപോലെ പാറ്റേൺ റെക്കഗ്നിഷന് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്ത പ്രീവിയസ്ലി നമ്മൾ സോൾവ് ചെയ്ത പ്രോബ്ലംസിൻ്റെ അതിനകത്തുള്ള സൊല്യൂഷൻസുമായിട്ട് ഇതിന് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ അത് ചെയ്ത പോലെ ഇത് ചെയ്യാൻ പറ്റുമോ, അതും ഇതും തമ്മിലുള്ള റിലേഷൻ എന്താണ്, ഒരേപോലെയുള്ള പ്രോബ്ലംസിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും അതിനകത്തുനിന്ന് ഒരേപോലെയുള്ള പാറ്റേൺസിനെ വേണമെങ്കിൽ ഇതിനകത്തേക്ക് പുതിയ പ്രോബ്ലത്തിലേക്ക് എടുക്കാനും ഒക്കെ പറ്റും. അതുപോലെ തന്നെ റെക്കഗ്നൈസ്ഡ് പാറ്റേണുകൾ ഉണ്ടെങ്കിൽ അതിന് ഉള്ള സൊല്യൂഷൻസ് നമുക്ക് തന്നെ മെന്റൽ ഷോർട്ട് കട്ടുകൾ വെച്ചിട്ട് നമ്മൾ മനസ്സിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. അതിനെയാണ് പറയുന്നത് എന്ത് ഇൻറ്റ്യൂഷൻ, അത്ര തന്നെയുള്ളൂ. പിന്നെ പ്രിസിഷൻ എന്ന് പറയുന്നത് എക്സാക്ട്നെസ്, ഇൻവോൾവ്സ് എക്സാക്ട്നെസ് ആൻഡ് റിഗർ ഇൻ ഡെഫിനിഷൻ, ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് അൽഗോരിതം. ഇറ്റ് ഈസ് ക്രൂഷ്യൽ ഇൻ അൽഗോരിതം ഡിസൈൻ. അൽഗോരിതം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരു പ്രോബ്ലം ആക്യുറേറ്റ് ആയിട്ട് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പ്രിസൈസ് ആയിട്ടുള്ള അതിന് കൃത്യമായിട്ടുള്ള സ്റ്റെപ്പുകളും റൂളുകളും അത് ഫോളോ ചെയ്തിരിക്കണം. അപ്പൊ അങ്ങനെ ഉണ്ടാക്കുന്ന അൽഗോരിതങ്ങൾ എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് ആയിരിക്കും, വിത്ത് ക്ലിയർ ഇൻപുട്ട് ആൻഡ് ക്ലിയർ ഔട്ട്പുട്ട്. എന്താണ് അതിന്റെ ഇൻപുട്ട്, എന്താണ് അതിന്റെ ഔട്ട്പുട്ട് എന്ന് കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള അൽഗോരിതംസ് ആണ് അവിടെ പ്രിസിഷൻ വെച്ച് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അൽഗോരിതം. ഇനി പ്രിസിഷന്റെ വേറൊരു ഇതെന്ന് പറയുന്നത് ഇറ്റ് വെരിഫൈ കറക്റ്റ്നെസ് ആൻഡ് എഫിഷ്യൻസി യൂസിങ് മാത്തമാറ്റിക്കൽ പ്രൂഫുകൾ വെച്ചിട്ട് കറക്റ്റ് ആണോ എഫിഷ്യന്റ് ആണോ എന്നുള്ളത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യും. സ്ട്രിക്റ്റ് ആയിട്ട് വാല്യൂ ചെയ്യുന്നതാണ് ഇത് പ്രിസൈസ് എന്ന് പറയുന്നത്, പ്രിസിഷൻ എന്ന് പറയുന്നത്. അതുപോലെ എംപ്ലോയിങ് പ്രിസൈസ് കാൽക്കുലേഷൻ ആൻഡ് ലോജിക്കൽ റീസണിങ് ടു അവോയ്ഡ്, എററുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, കൃത്യമായിട്ടുള്ള കാൽക്കുലേഷൻസും ലോജിക്കൽ റീസണിങ്ങും ഒക്കെ എംപ്ലോയ് ചെയ്തിട്ട് എന്ത് ചെയ്യും, സോൾവ് ചെയ്യാൻ വേണ്ടി, പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതുപോലെ ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുമ്പോൾ പ്രിസൈസ് ആയിട്ടുള്ള കോഡ്, അൽഗോരിതത്തിന്റെ സ്റ്റെപ്പുകളെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന കോഡുകൾ ഉണ്ടാവും. അതുപോലെ ഹാൻഡ്ലിംഗ് എഡ്ജ് കേസസ് ആൻഡ് എൻഷുറിംഗ് ദാറ്റ് ദ അൽഗോരിതം വർക്ക്സ് അണ്ടർ ഓൾ സ്പെസിഫൈഡ് കണ്ടീഷൻ. എല്ലാ കണ്ടീഷനിലും ഏത് കണ്ടീഷൻ കൊടുത്താലും കൃത്യമായിട്ട് അൽഗോരിതം വർക്ക് ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തുക. അതാണ് പ്രിസിഷന്റെ വേറൊരു. അതുപോലെ പെർഫോമൻസ്, അനലൈസിംഗ് ദ ടൈം ആൻഡ് സ്പേസ് കോംപ്ലക്സിറ്റി ഓഫ് അൽഗോരിതം. അൽഗോരിതത്തിന്റെ ടൈം ആൻഡ് സ്പേസ് കോംപ്ലക്സിറ്റി കൃത്യമായിട്ട് അനലൈസ് ചെയ്യും. കൃത്യമായിട്ട് നമ്മളെ മറ്റേതുപോലെ ഹൈപ്പോത്തിസിസോ അസംഷൻസോ ഒന്നും അല്ല. യൂസിങ് എക്സാക്ട് മെഷർമെന്റ്സ് ആൻഡ് ബെഞ്ച്മാർക്സ് ടു കമ്പയർ ഡിഫറെന്റ് അൽഗോരിതം. പല അൽഗോരിതങ്ങളും ഉണ്ടാവും, ഒരേ പ്രോബ്ലത്തിന് തന്നെ പല അൽഗോരിതംസ് ഉണ്ടാവും. അതിനെ കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, കമ്പയർ ചെയ്തിട്ടാണ് ഏതാണ് ഏറ്റവും എക്സാക്ട് ആയിട്ട് പറ്റുന്നത്, ഏറ്റവും നല്ലത് ഏതാണെന്ന് വെച്ചാൽ അതെടുക്കും. ഇനി എന്താണ് അൽഗോരിതത്തിന്റെ ഉപയോഗം എന്നാണ്. പ്രോബ്ലം സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചിൽ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്ക് അൽഗോരിതം വേണം. അതുപോലെ ഈ അൽഗോരിതംസ് പ്രൊവൈഡ് ഒപ്റ്റിമൈസ്ഡ് സൊല്യൂഷൻ ടു റെഡ്യൂസ് കമ്പ്യൂട്ടേഷണൽ ബർഡൻ. കമ്പ്യൂട്ടേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് തരുന്നവരാണ് അൽഗോരിതംസ്. അതുപോലെ തന്നെ ഓട്ടോമേഷനെ പവർ ചെയ്യാൻ വേണ്ടി ഇതിന് എന്ത് ചെയ്യുന്നുണ്ടാകും, കുറച്ച് റൂളുകളും ചില പ്രൊസീജിയറുകളും ഒക്കെ നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും അൽഗോരിതം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓട്ടോമേഷൻ അത് എന്തായിരിക്കും, പവർഫുൾ ആക്കും. അതുപോലെ ഡാറ്റ പ്രോസസ്സിംഗ് എക്സ്ട്രാക്ട്സ് വാല്യുബിൾ ഇൻസൈറ്റ്സ്, ഐഡന്റിഫൈങ് പാറ്റേൺസ് ആൻഡ് മേക്ക് ഡാറ്റ ഡ്രിവൺ ഡിസിഷൻസ്. കൃത്യമായിട്ടുള്ള ഡിസിഷൻ എടുക്കും. അത് പാറ്റേണുകൾ ഐഡന്റിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ മുന്നേ ചെയ്ത പാറ്റേണുകൾ ഇപ്പോൾ ആദ്യം ഉണ്ടോ, ഇപ്പൊ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുന്നു പറഞ്ഞല്ലോ, അതൊക്കെ ചെയ്യാൻ നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ പ്രോസസ്സുകളെയും സിസ്റ്റത്തിനെയും നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ എന്ത് വേണം, അൽഗോരിതംസ് വേണം. അതുപോലെ നമ്മളെ കമ്പ്യൂട്ടറിന്റെ സിസ്റ്റത്തിനും അതുപോലെ പേഴ്സണൽ ആയിട്ടുള്ള സെക്യൂരിറ്റിയും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് അൽഗോരിതംസ് വേണം. അപ്പോൾ ക്രിപ്റ്റോഗ്രാഫിയിലൊക്കെ ഒരുപാട് അൽഗോരിതംസ് നമുക്ക് പഠിക്കാനുണ്ട്. ഡാറ്റ പ്രോസസ്സിങ്ങിൽ എല്ലാം നമുക്ക് ഒരുപാട് അൽഗോരിതംസ് നിങ്ങൾ അടുത്ത വലിയ ക്ലാസ്സിലൊക്കെ പഠിക്കും. സെക്യൂരിറ്റി, അതാണ് ഇന്നോവേഷൻ എന്ന് പറയുന്നത് ബൈ എനേബിളിംഗ് ദ ഡെവലപ്മെന്റ് ഓഫ് ന്യൂ ടെക്നോളജി. പുതിയ ടെക്നോളജികൾ യൂസ് ചെയ്തിട്ട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മറ്റുള്ള പുതിയ ടെക്നോളജീസ് കണ്ടുപിടിക്കുന്നത്. അതിനും നമുക്ക് എന്ത് വേണം, അൽഗോരിതംസ് വേണം. ഒരുപാട് അൽഗോരിതംസ് ഉണ്ട് പല കാര്യങ്ങൾക്കും. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു അൽഗോരിതം എഴുതുന്ന സമയത്ത് നമ്മൾ അത് ഫൈനൈറ്റ് ആണ് എന്ന് ഉറപ്പുവരുത്തണം, കൃത്യമായിരിക്കണം അതിന്റെ
പ്രോസസ്സ് അത് റൺ ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കണം. അതുപോലെ അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കൃത്യമായിട്ട് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് ആയിരിക്കണം, കോൺസ്റ്റന്റ് ആയിട്ടുള്ള, വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. അതിനകത്ത് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ പ്രോപ്പർ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഉണ്ടാവണം. എന്ത് ഇൻപുട്ട് കൊടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ ഡിറ്റർമിനിസ്റ്റിക് ആയിരിക്കണം. ഡിറ്റർമിനിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഔട്ട്പുട്ട് എപ്പോൾ കൊടുത്താലും ആ സെയിം ഒരേ ഇൻപുട്ട് എപ്പോൾ കൊടുത്താലും അതേ ഔട്ട്പുട്ട് തന്നെ, ആദ്യം തന്ന അതേ ഔട്ട്പുട്ട് തന്നുകൊണ്ടേ ഇരിക്കണം, മാറ്റാൻ പാടില്ല. ഓരോ സമയത്ത് ഓരോ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ അതെന്തല്ല, ഡിറ്റർമിനിസ്റ്റിക് അല്ല എന്ന് പറയും. അതുപോലെ എഫക്റ്റീവ് ആയിരിക്കണം, എഫിഷ്യന്റും ആയിരിക്കണം. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് എഫക്റ്റീവ് ആയിട്ട് സോൾവ് ചെയ്യണം. അവര് ഇറ്റ് ഷുഡ് പ്രൊഡ്യൂസ് ദ കറക്റ്റ് ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് എപ്പോഴും വാലിഡ് ആയിട്ടുള്ള ഇൻപുട്ടുകളും കറക്റ്റ് ഔട്ട്പുട്ടുകളും തന്നിരിക്കണം. എഫിഷ്യന്റ് ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം റിസോഴ്സ് ഉപയോഗിച്ച്, മിനിമം ടൈം, മിനിമം സ്പേസ്, മിനിമം കമ്പ്യൂട്ടേഷണൽ പവർ ഒക്കെ യൂസ് ചെയ്തിട്ട് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യണം. ഇതൊക്കെയാണ് അൽഗോരിതത്തിന്റെ കീ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി ക്വാളിറ്റികൾ എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിരിക്കണം. ഒരു അൽഗോരിതം പക്ക ആയിരിക്കണം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് വർക്ക് ചെയ്യണം. എന്ത് പ്രോബ്ലം ആണോ അതിനെ കറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്യാം. പിന്നെ എഴുതിയ കോഡുകൾ ക്ലാരിറ്റി ഉള്ളതായിരിക്കണം, വായിച്ചാൽ മനസ്സിലാവണം. എഫിഷ്യൻസി, റോബസ്റ്റ്നെസ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. സ്കേലബിലിറ്റി പ്രൊവൈഡ് ചെയ്യണം. മോഡുലാരിറ്റി എന്ന് പറഞ്ഞാൽ മൊഡ്യൂളുകളായിട്ട് നമുക്കതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റണം. ഫ്ലെക്സിബിൾ ആയിരിക്കണം. അഡാപ്റ്റബിലിറ്റി ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ആർക്കും ഏത് ഇതിലേക്കും നമുക്ക് അഡാപ്റ്റബിൾ ആവണം. അതുപോലെ ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ ഏത് കണ്ടീഷനിലും വർക്ക് ചെയ്യണം. ഒപ്റ്റിമൽ ആയിട്ടുള്ള റിസൾട്ടുകൾ തരണം. പറയുന്ന പോലെ സിമ്പിൾ ആയിരിക്കണം, മാക്സിമം പറ്റുന്നത്ര സിമ്പിൾ ആക്കാൻ നോക്കുക. അതുപോലെ ഏത് അൽഗോരിതം ആണെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പ് കറക്റ്റ് ആയിട്ട് വെൽ ടെസ്റ്റ് ചെയ്തിരിക്കും. ഇനി ഫ്ലോ ചാർട്ടുകളാണ്. ഈ അൽഗോരിതത്തിന്റെ വിഷ്വൽ റെപ്രസെന്റേഷൻ ആണ് അൽഗോരിതം, അല്ലെങ്കിൽ വർക്ക് ഫ്ലോ, അല്ലെങ്കിൽ പ്രോസസ്സ് എന്നൊക്കെ നമുക്ക് പറയാം. അതിന്റെ കീ എലമെന്റ്സിൽ ആദ്യത്തേത് സ്റ്റാർട്ട് ആൻഡ് എൻഡ് ആണ്. അതിന് ഓവൽ ഷേപ്പിലാണ് കാണിക്കുന്നത്. പ്രോസസ്സുകൾ അല്ലെങ്കിൽ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇതിനകത്താണ് ചെയ്യുക, റെക്ടാങ്കിളുകൾക്കകത്ത്. ഇനി ഡിസിഷൻസ്, ഇഫ് തന്നെ ഒക്കെ പറയുന്നത്, അങ്ങനെയുള്ള ഡിസിഷൻ എടുക്കാനുള്ള ഡിസിഷന്റെ ബോക്സ് ആണ് ഈ ഡയമണ്ട്. ഇൻപുട്ട് ഔട്ട്പുട്ടിനാണ് പാരലലോഗ്രാം യൂസ് ചെയ്യുന്നത്. കണക്ടേഴ്സ് 4 കണക്ടേഴ്സ് ഉണ്ട്, അപ്പ് ഡൗൺ ലെഫ്റ്റ് റൈറ്റ്. ഇത്രയാണ് ഫ്ലോ ചാർട്ട്സിനെ പറ്റി പറയാനുള്ളത്.